സ്ഥാനാർത്ഥി നിർണയത്തിലെ അന്തിമഘട്ടത്തിലേക്ക് CPM കടക്കുന്നു എന്നാണ് അലക്സ് റാം റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇന്നും നാളെയും നടക്കും. ഏതൊക്കെ പേരുകളാണ് ഇപ്പോൾ സജീവമായി പാർട്ടി പരിഗണിക്കുന്നത്? അലക്സ് റാം ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്, പറയൂ വിശദാംശങ്ങൾ. തീർച്ചയായും CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം CPM മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം CPM മുന്നോട്ട് വെച്ച പല രാഷ്ട്രീയ പരിപാടികളും അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തി എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണിത്. പ്രധാനമായി നവകേരള സദസ്സ്, കേരളം പോലുള്ള പരിപാടികളിൽ വലിയ വിമർശനം CPM കേൾക്കേണ്ടി വന്നു. മാത്രമല്ല മറ്റു ചില CPM-ന്റെ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് സപ്ലൈകോ പോലുള്ള ജനകീയ പ്രസ്ഥാനങ്ങളിൽ വിലക്കയറ്റം പോലുള്ളവ ഉണ്ടാകുന്നു. അത് ജനങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ കഴിഞ്ഞ തവണത്തെക്കാൾ വമ്പിച്ച മുന്നേറ്റം CPM-ന് നടത്തിയേ മതിയാകൂ എന്നുള്ളതാണ് അവരുടെ പാർട്ടിയുടെ തന്നെ തീരുമാനം. 15 സീറ്റുകളിലാണ് CPM ഇത്തവണ മത്സരിക്കുക. അതിന്റെ ഭാഗിക സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ ആയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് സംബന്ധിച്ച ഭാഗിക ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നാളെയുമായി CPM-ന്റെ ജില്ലാ കമ്മിറ്റികൾ ചേരുകയാണ്. ഈ പേരുകൾ, സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം ഈ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും കേൾക്കുക. അതിനുശേഷം 21-ന് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥികൾക്ക് അന്തിമ രൂപം നൽകും. 27-ന് പൊളിറ്റ് ബ്യൂറോയുടെ കൂടി അംഗീകാരത്തോടു കൂടിയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം, CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. ഇതിലേറ്റവും പ്രധാനം ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നത് ഇങ്ങനെയാണ്. ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആലത്തൂർ പോലുള്ള മണ്ഡലങ്ങളിൽ മന്ത്രി K. രാധാകൃഷ്ണന്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാലക്കുടിയിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥ്, മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ പേര് പാർട്ടി പരിഗണിച്ചിരുന്നു. രണ്ടുപേരും പാർട്ടിയോട് വിമുഖത അറിയിച്ചു. തുടർന്ന് മറ്റു പേരുകളിലേക്ക് നീങ്ങുന്നതിനുള്ള സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട്. ആലത്തൂരിൽ AK ബാലന്റെ ഭാര്യ PK ജമീലയുടെ പേര് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില പേരുകൾ കൂടി, PK ബിജുവിന്റെ പേരും ആലത്തൂരിൽ പരിഗണിക്കുന്നു. കോഴിക്കോട് മണ്ഡലത്തിലാകട്ടെ എളമരം കരീമിന്റെ V. വസീഫിന്റെയും പേര് പരിഗണിക്കുന്നു. വടകരയിൽ KK ശൈലജ, ഒപ്പം A. പ്രദീപ് കുമാർ എന്നിവരുടെ പേര് പരിഗണിക്കുന്നുണ്ട്. കണ്ണൂരിൽ MV ജയരാജൻ, KK ശൈലജ എന്നിവരുടെ പേരുകൾ, കാസർഗോഡ് TV രാജേഷ്, MV ബാലകൃഷ്ണൻ എന്നിവരുടെ പേരുകൾ, ആറ്റിങ്ങലിലാകട്ടെ CPM ജില്ലാ സെക്രട്ടറി V. ജോയി, ഒപ്പം VK പ്രശാന്ത് MLA എന്നിവരുടെ പേരുകൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. കൊല്ലത്ത് CN സുജാത, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, പാലക്കാട് M. സ്വരാജ് തുടങ്ങി ഇങ്ങനെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിർണയം പോകുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ഇനിയും ഒരു അന്തിമ രൂപത്തിലേക്ക് ആയിട്ടില്ല. പ്രത്യേകിച്ച് ചാലക്കുടി പോലുള്ള മണ്ഡലങ്ങൾ, ഒപ്പം മലപ്പുറത്തെ 2 മണ്ഡലങ്ങൾ, മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ഒരു സ്ഥാനാർത്ഥി നിർണയം ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജില്ലാ കമ്മിറ്റികളിലായിരിക്കും അത് സംബന്ധിച്ച് ധാരണയാകുക. ചില പേരുകൾ പാർട്ടിക്ക് മുന്നിലുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം കൂടി കേട്ടതിനു ശേഷം ആ പേരുകൾ ഉറപ്പിക്കണോ എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കും. എന്താണെങ്കിലും വിജയപ്രതീക്ഷ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലത്തൂരിലൊക്കെ മന്ത്രി K. രാധാകൃഷ്ണന്റെ പേര് പരിഗണിക്കണമെങ്കിൽ സ്വാഭാവികമായി പാർട്ടി കൽപ്പിക്കപ്പെടുന്നത് വിജയത്തിൽ കുറഞ്ഞൊന്നുമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നുള്ളതാണ് CPM ആലോചിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചൊരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ ചാലക്കുടി മണ്ഡലത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടി ചേർന്നതിന് ശേഷമായിരിക്കും ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ അന്തിമ പേരിലേക്ക് എത്തുക. അത്തരത്തിൽ വലിയ ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭാഗിക ധാരണയായിട്ടുണ്ട്. ഇന്നും നാളെയുമായി ചേരുന്ന ജില്ലാ കമ്മിറ്റികളിൽ ഇത് സംബന്ധിച്ച ധാരണയുണ്ടാകും. 21-ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥികൾക്ക് അന്തിമ രൂപം നൽകും. 27-ന് പൊളിറ്റ് ബ്യൂറോയുടെ കൂടി അംഗീകാരത്തോടുകൂടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.